Good evening. Thank you, Jain University Team Summit of Future. സെക്കൻഡ് എഡിഷനിൽ ക്യൂ സ്റ്റുഡിയോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ രജിഷയാണുള്ളത്. എനിക്കൊന്ന് രജിഷ 2016 കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. 10th ഇയറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ആദ്യം തന്നെ ഈ കുറച്ചുകൂടി ട്രെൻഡ്, നമ്മൾ ഏതെങ്കിലും നേരത്തെ ട്രെൻഡിനെതിരെ എല്ലാം തോന്നുന്നുണ്ട്, ട്രെൻഡ് പിടിച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 2016 റീക്രിയേറ്റ് ചെയ്യുന്ന ട്രെൻഡാണ് ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഡ്രിവൺ ട്രെൻഡ് ഉള്ളത്. 2016 ഗംഭീരമായിട്ടുള്ളൊരു ഓപ്പണിംഗ് കിട്ടുകയാണ് എലി അനുരാഗ് കരിക്കിൻ വെള്ളം എന്നുള്ളത്. നമ്മൾ റിവേഴ്സ് പോവുകയാണെങ്കിൽ 2016 എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമ? കാരണം ജേർണലിസം, അതിനുശേഷം ആങ്കറിങ് ഇതിലേക്ക് വരുന്നു. അവിടെ ഈ പറയുന്ന മലയാളത്തിലൊരു കോർ സെലിബ്രിറ്റി ഗ്രൂപ്പിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവിടെ നിന്നാണ് സ്വിച്ച് ചെയ്യുന്നത്, ഡെബ്യൂ ഫിലിം വരുന്നത്. എന്തായിരുന്നു 2016 രജിഷയ്ക്ക്? താങ്ക് യു മനീഷ് ചേട്ടാ, അത് ഓർമ്മിപ്പിച്ചതിന്. 2016 ഈ ഒരു സമയമായപ്പം ഞാൻ കരിക്കും വെള്ളം എനിക്കൊന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബ്ബിങ്ങിൽ പാളിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അയ്യോ, ഡബ്ബിങ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു ഏരിയ ആയിരുന്നു ആ ഒരു സമയത്ത്. കാരണം അഭിനയിക്കുമ്പം ഒന്നാമത് ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ഇത് ഫ്യൂച്ചറിൽ പോയി ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യണമല്ലോ ഒരു ഡബ്ബിങ് സൂട്ടിൻ്റെ അകത്ത് എന്നുള്ളൊരു, നമുക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എലിയുടെ ഒരു റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഡയലോഗ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഡബ്ബിങ് സൂട്ടിലെത്തിയിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നതിനേക്കാളും പാട് സത്യം പറഞ്ഞാൽ ഡബ്ബിങ് ആയിരുന്നു. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പം ഈ ഒരു ജനുവരി സമയം. അനുരാഗ് കരിക്കിൻ വെള്ളത്തിൻ്റെ ടെൻഷൻ തന്നെയായിരുന്നു. 2016 ആ സിനിമ ജൂലൈ 7 റിലീസായത്. അന്ന് വരെ ദൈവമേ ഇത് കാണുന്നവർ കൂവുമല്ലോ, ഈ ഒരു ക്യാരക്ടറിന് ആൾക്കാർ ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു കഥാപാത്രമാണ്. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഒന്ന് ഇതിൻ്റെ അതെ ഇതിൻ്റെ ചൊവ്വ മാറാം. പിന്നെ റഹ്മാൻ എന്താ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും. പിന്നെ കുറേ ഡയലോഗ്സ് ഇന്ന് നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അപ്പോൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാണ്ട് എങ്ങനെയാ ഈ കുട്ടി. എലിയുടെ ഒരു പോർട്രേയിൽ ചിലപ്പോൾ രജിഷയ്ക്ക് അന്ന് കൺവിൻസിങ് ആവുന്നുണ്ടാവില്ല. ആദ്യം ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഒരാൾ വേണ്ടെന്ന് വെച്ചിട്ട് പോയാൽ പിന്നെ നമ്മൾ ഈ പുറകെ പോയി ആൻഡ് ദെൻ കുറേ ഡയലോഗ്സ് അതിൽ ഭയങ്കര നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് മാത്രം കാണിക്കുന്ന ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ്സും ഒരു ക്രിഞ്ച് ലവ് ഉണ്ടല്ലോ, അതാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും പേരുടെ മുന്നിൽ കയറി ഇരുന്ന് അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഇതെങ്ങനെ ഇത് കറക്റ്റ് ആ മീറ്ററിൽ അവിടെ എത്തും. എലിയായിട്ട് ചില ഏരിയാസിലൊക്കെ എനിക്ക് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ എലീൻ്റെ അടുത്ത് ഞാനിങ്ങനെ വിചാരിക്കരുത് എങ്ങനെ. അപ്പോൾ റഹ്മാൻ്റെ അടുത്ത് പറയും നീയല്ല, ഇത് കഥാപാത്രമാണ്, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, സോ അണ്ടർസ്റ്റാൻഡ് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുക. ആൻഡ് ദെൻ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരിയുടെ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷമുള്ള എലി എനിക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരുന്നു. ആദ്യം ഉള്ളത് കുറച്ചും കൂടെ ആ മീറ്ററൊക്കെ വേറെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നത് വൃത്തിക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനും. ആദ്യത്തെ ദിവസം ജൂലൈ 7 പദ്മയിൽ തിയേറ്ററിൽ ഇരുന്നിങ്ങനെ കാണുമ്പം ഞാനിങ്ങനെ കിടുകിട വരച്ചോണ്ടാണ് ശരിക്കും ഷോളൊക്കെ ഇട്ട് എന്നെ മുഖമൊക്കെ മൂടി ഇങ്ങനെയായിരുന്നു ഞാൻ ആ പടം കണ്ടത്. പക്ഷേ ഞാൻ ടെൻഷൻ അടിച്ച ഏരിയാസിലൊക്കെ പ്രേക്ഷകർ ചിരിക്കുന്നത് കണ്ടപ്പോഴും ആ ബ്രേക്കപ്പ് സീൻ ആ സാരി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചില ആൾക്കാർ കരയുന്നൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ജഡ്ജ്മെൻറ്റ് എത്രമാത്രം തെറ്റാണെന്നും എന്ത് ഡിഫറെൻ്റ് ആണ് സംവിധായകൻ ചിന്തിച്ചതും അത് കറക്റ്റായിട്ട് അവിടെ ഇമ്പാക്റ്റ് വർക്കായി എന്നുള്ളത് എനിക്ക് ഭയങ്കര റെവലേഷനായിരുന്നു. അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ. 2016 ടോട്ടലി അറൗണ്ട് അനുരാഗ് കരിക്കിൻ വെള്ളം. ഈ നമ്മൾ ആക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴാണ് ക്യാരക്ടറിലേക്ക് ഇന്നായിട്ടുണ്ടാവുക എന്നുള്ളത് ഇപ്പം കോൺവെർസേഷൻ്റെ പാർട്ടിൽ അവർ പറയും. ഇപ്പോൾ ആ മൊമെൻ്റ് മുതൽ ഞാൻ ക്യാരക്ടർ ഇന്നാവും, കൺവിൻസ്ഡ് ആവും എന്നുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു, ചിലപ്പോൾ അതിന് ഒരു ചെറിയ ബ്രീഫ് തരുമായിരിക്കും, ഇങ്ങനെയൊരു സ്റ്റോറിയാണെന്ന്. പിന്നെ അതിൻ്റെ ടെക്നീഷ്യൻസ് ക്രൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു, സ്റ്റോറി പറയാൻ വരുന്നു, സ്ക്രിപ്റ്റ് കേൾക്കുന്നു, നരേഷൻ കേൾക്കുന്നു. പിന്നെ ഇത് സംഭവിക്കാൻ എപ്പോഴാണ് അതിൻ്റെ ടൈമിംഗ് ഒക്കെ പറയുന്നു. അത് മുതൽ ആ ക്യാരക്ടറിലേക്ക് കയറി അതിനുള്ളൊരു പ്രെപ്പ് അല്ലെങ്കിൽ ട്രാൻസിഷൻ പീരീഡ് ആരംഭിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഷൂട്ട് നടക്കുന്ന സമയം എവിടെയാണൊരു ക്യാരക്ടർ ഇപ്പം നമ്മളങ്ങനെ ഇപ്പം കളങ്കാവലും ബൈസൺ അടക്കമുള്ള ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണ സഹിതം പറയും എപ്പോഴാണ് അതിൻ്റെ ഇന്നായിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക്? എനിക്ക് തോന്നുന്നു ഒരു
ഈസിലി പറയാൻ നമ്മൾ റിലേഷൻഷിപ്പിൽ യെസ് പറയുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണല്ലോ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആവുന്നൊരു ഫേസ്. സിമിലർലി ഒരു പ്രൊജക്റ്റിനോട് നമ്മൾ യെസ് പറയുന്ന മൊമെൻറ്റിലാണ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വിത്ത് യു ആൻഡ് ദ ടീം സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറിലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. അതായത് ഒരു ഹോംവർക്കും ഇല്ലാതെ നമ്മൾ സെറ്റിൽ കയറി വന്ന് ആക്ഷൻ പറയുമ്പോഴത്തേക്ക് മിന്നായം പോലെ മാറുന്ന ഒരുപാട് പ്രതിഭ അത്രയും ഉള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട്. എനിക്കത് പറ്റൂല. എനിക്ക് ആ ഒരു ഹോംവർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ക്യാരക്ടറായി മാറാൻ പറ്റൂ. അപ്പം ദ മൊമെൻറ്റ് യു സേ യെസ് ടു എ ഫിലിം, എനിക്കൊന്ന് അവിടുന്ന് സ്ലോലി ആ ഒരു ജേർണി തുടങ്ങും. പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുന്നതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ചുവട്, അല്ലെങ്കിൽ ആദ്യത്തെ നറേഷൻ ആണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ ആ കഥാപാത്രത്തിനെ മനസ്സിലാക്കാനുള്ള എഫേർട്ടാണ്. പകുതി എഴുതാത്ത കാര്യങ്ങളുണ്ടാവും, സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം പിന്നെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫുൾ ടൈം നമ്മൾ ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ അല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ചുറ്റും നടക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് നമ്മളും കൂടെ ആ ഒരു എഫേർട്ട് എടുത്ത് പോയി അവരുടെ അടുത്ത് സംശയം ചോദിച്ചും കാര്യങ്ങൾ അറിഞ്ഞും കൊണ്ടിരിക്കുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടുന്നത്. ഇടയ്ക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ബിറ്റ്വീൻ യു ആൻഡ് ദ ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ അത് ഫോം ആവും തോറും നമ്മൾ അവരുടെ ബ്രെയിനിൽ അവരുടെ മൈൻഡിൽ മാത്രമുള്ള കഥാപാത്രത്തെ മനസ്സിലാക്കി നമ്മൾക്ക് പറ്റുന്ന അതിൻ്റെ പരമാവധി പിന്നെ ആ ഒരു എഫേർട്ട് എടുത്ത് അത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫിസിക്കലി ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ ഫിസിക്കൽ കാര്യങ്ങൾ പഠിക്കേണ്ട സിനിമകൾ നമുക്ക് ആ എഫേർട്ട് കുറച്ചും കൂടെ എടുത്ത് പറയാൻ തോന്നും. പക്ഷെ പല സിനിമകളും ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പഠിക്കേണ്ട ആവശ്യം വരില്ല. പലതും മെൻ്റൽ ട്രാൻസ്ഫോർമേഷനാണ്. കാരണം നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ക്രിപ്റ്റിംഗ് തൊട്ട് ഉള്ളൊരു പ്രോസസ്സാണ് അൺടിൽ യു ഫിനിഷ് ദ ഫിലിം. സിനിമയുടെ ഒരു അവസാനത്തെ ഷോട്ട് കഴിയുന്ന മൊമെൻറ്റ് വരെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് ഈ കഥാപാത്രത്തിന് മനസ്സിലായെന്നോ ഞാനിത് കംപ്ലീറ്റ്ലി അറിഞ്ഞെന്നോ എന്നുള്ളത്. ഞാൻ അപ്പോഴും ആക്ടറുടെ പ്രോസസ്സും ഫിനിഷ് ആയിട്ടുണ്ടാവില്ലല്ലോ, ഒരിക്കലും കഴിയില്ലല്ലോ. കാരണം അത് നമ്മൾ അപ്പോഴും സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോഴും വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കുള്ള ഇൻപുട്ട് നമ്മൾ ചോദിക്കുക ഇതിങ്ങനെയാണോ. ആ ഒരു ഫിഗറിങ് ഔട്ട് പ്രോസസ്സ് അതൊരു ഫോർ എവർ അൺടിൽ ദ ഫിലിം ഫിനിഷസ്, അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് ഫിനിഷ് ആവുന്നത് വരെയെങ്കിലും അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന വെന്യൂ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെയാണ്. രജിഷയുടെ ഇനി വരാനിരിക്കുന്ന സിനിമയുടെ അതിൻ്റെ ഒരു കോർ തീം എന്ന് പറയുന്നതും ഫ്യൂച്ചറാണ്. മസ്തിഷ്ക മരണം. മസ്തിഷ്ക മരണത്തിൻ്റെ ഐറ്റം നമ്പറിൻ്റെ മറ്റേ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ തന്നെ ഒരു ആളുകൾക്കൊരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടായിരുന്നു. പാട്ട് വരുന്നു. നമുക്ക് ഉറപ്പായും അറിയാം നമ്മളിവിടെ കാണുന്ന ഒരു ചിരപരിചിതമായിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ഫോമാറ്റിൽ സിനിമ ചെയ്യുന്ന ആളെയല്ല കൃഷാന്ത്. അയാളുടെ ട്രാവൽ അത് വൃത്താകൃതിയിലുള്ള ചതുരം മുതൽ ഇങ്ങോട്ടുള്ള ജേണി തന്നെ ഭയങ്കര യുണീക്കായിരുന്നു. അപ്പോൾ ഉറപ്പായും 2046 അല്ലേ 2046 നടക്കുന്ന ഒരു കഥ 2026 പറയണമെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ഉറപ്പായും ആ ക്യാരക്ടർ ചൂസ് ചെയ്തതിനെ കുറിച്ച്. പിന്നെ രജിഷ അങ്ങനെ ഒരു സോങ് അങ്ങനെ ഒരു പോർട്രേയുള്ള സോങ് ചെയ്യാമെന്നുള്ള ഡിസിഷനൊക്കെ പിന്നിൽ അതൊരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ടാവുമല്ലോ. അതിലേക്കുള്ളൊരു ജേണി സിനിമയെക്കുറിച്ച് എന്താ പറയാൻ പറ്റുക? മസ്തിഷ്ക മരണം ഈ അടുത്ത കാലത്ത് ഞാൻ കമ്മിറ്റ് ചെയ്തതിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ആ സിനിമ തേടി വന്നല്ലോ എന്നുള്ളത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ആ സിനിമയുടെ ഫ്യൂച്ചർ എന്തായാലും ഇങ്ങനെയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചു എന്ന് നമുക്ക് ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു മൊമെൻ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. വളരെ യാദൃശ്ചികമായിട്ടാണ് കൃഷാന്ത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഇരുന്നാലോ ഒരു സാധനം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയുകയും അദ്ദേഹം വരികയും ഇതിൻ്റെ ഒരു കോർ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും വണ്ടറടിച്ചു പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇത് മുന്നേ ഉള്ള ആവാസ വ്യൂഹവും പുരുഷപ്രേതവും ഇത് എല്ലാ സിനിമകളും കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ശരിക്കും പറഞ്ഞാൽ കൃഷാന്ത് തന്നെ പറയും ഇത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫിലിമാണെന്നുള്ളത്. അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ട്, എങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോട്ട് വന്നു എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ കൃഷാന്ത് കൺസ്യൂം ചെയ്യുന്ന ആർട്ടും കൺസ്യൂം ചെയ്യുന്ന നോളജും ഇൻ്റലക്റ്റും ഒക്കെ വേറൊരു ഏരിയയാണ്. ആ തലത്തിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടതിനും പരിചയപ്പെട്ടതിനും ഈ സിനിമയുടെ ഡിസ്കഷനിലുമാണ് ഒരുപാട് അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസിനെ കുറിച്ചും കാര്യങ്ങളും ബാക്കിയുള്ള ആനിമയും അങ്ങനത്തെ കുറേ സിനിമകളെ കുറിച്ചും ഒക്കെ അറിയുന്നതും. പിന്നെ 2046 ഇപ്പം നമുക്ക് ആർക്കും അറിയില്ല 2020 വർഷത്തിന് ശേഷം ലോകം എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന്. പക്ഷേ കൃഷാന്തിൻ്റെ വിഷനിലുള്ള 2046 പോർട്രേ ചെയ്യുക, അതിൽ നടക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളും. എൻ്റെ ക്യാരക്ടർ ഒരു ആക്ട്രസ്സാണ് സിനിമയിൽ.
അപ്പോൾ എനിക്കിത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം നമ്മളെ തേണ്ടി വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് അദ്ദേഹം ഓഫർ ചെയ്തത്. അങ്ങനെ അപ്പോൾ കൃഷാന്തിൻ്റെ, ഇപ്പോൾ മനീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ കൃഷാന്തിൻ്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സും എനിക്കും അറിയാം. പിന്നെ പൊളിറ്റിക്സും മാറാനുള്ളതാണ്, ചിന്താഗതികൾ എല്ലാം മാറും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെ ഒരു ഡയറക്ടർ വന്ന് അദ്ദേഹത്തിന് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്തിനീ അങ്ങനെ ഒരു സോങ് കൃഷാന്ത് പോലെയുള്ളൊരു സംവിധായകൻ്റെ സിനിമയിൽ വരുന്നു, അതെന്തിന് ഞാനത് ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റിലും ആ സിനിമയിലൂടെ എന്നോട് പറയാനുണ്ടായിരുന്നു. ഹി വാസ് വെരി ഈസിലി ഏബിൾ ടു കൺവിൻസ് മീ ടു ഡു ഇറ്റ് എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിതിന് എന്തൊക്കെ ഒരു ഉത്തരം കൊടുത്താലും ഇത് വീണ്ടും ഒരു റൗണ്ട് പോകാന്നല്ലാതെ ഈ സിനിമയാണ് ഇതിനുള്ള ആൻസർ കാര്യമില്ല. അതിപ്പം പക്ഷേ റിയാക്ഷൻ ഭയങ്കര ഒബ്വിയസ് ആണ്, എനിക്കും അറിയാം. അപ്പോൾ കൃഷാന്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആദ്യം ഞാൻ തന്നെ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ബട്ട് ദെൻ ഹീ ഈസ് ഏബിൾ ടു ചേഞ്ച് മൈ വ്യൂ പോയിന്റ് ടു പോയിന്റ് ദറ്റ് ദിസ് ഫിലിം ഇസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പം ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ചെയ്യണമെങ്കിൽ അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അത് വർത്താണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ അതിനു വേണ്ടി ചെയ്യാന്നുള്ളതാണ്. വൈ ഐ ഡിഡ് ഇറ്റ്, വൈ വി ഡിഡ് ഇറ്റ്, അയ്യോ അല്ല വി ഡിഡ് ഇറ്റ് ഇസ് ആ ആൻസർ ആ സിനിമയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2046 വളരെ ഡിഫറെൻ്റായിട്ട് ചിത്രീകരിക്കാനും ഇതൊരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കണം എന്നുള്ളത് ഓഡിയോ വിഷ്വൽ മീഡിയ എന്നുള്ളത്. അതെ അതെ, ഭയങ്കരമായിട്ട്. കാരണം ഇതുവരെ കൃഷാന്തിന് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ OTT പ്ലാറ്റ്ഫോംസിലും അങ്ങനെയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡെഫിനറ്റ് തിയേറ്റർ വാച്ച് ആണെന്നുള്ള രീതി തന്നെയാണ് ഈ സിനിമ പ്ലാനിങ്ങിൽ തന്നെ ഇരുന്നത്. റൈറ്റ് ഫ്രം സ്റ്റോറി ബോർഡ്, മൂഡ് ബോർഡ്, എല്ലാത്തിലും അതങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്തതും അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള മാക്സിമം എഫേർട്ട് നടന്നിട്ടുമുണ്ട്. സോ യാ, ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം ബൈസൺ കളങ്കാവൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് രജിഷയെ സംബന്ധിച്ച് രജിഷ ചൂസ് ചെയ്യുന്നത് ഇപ്പം തമിഴിലാണെങ്കിലും മലയാളത്തിലും ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫിലിം മേക്കറുടെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ് ചെയ്യുന്ന ഫിലിം മേക്കറുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം മാരി സെൽവരാജ് കർണനിലും ബൈസണിലും ഏറ്റവും ക്രൂഷ്യൽ റോളിലേക്ക് രജിഷയാണ്. ഇപ്പോൾ കാലിറങ്ങും നോക്കിയാൽ ഡെബ്യൂ ചെയ്ത അനുരാഗ് കരിക്കൻ വെള്ളം കഴിഞ്ഞിട്ട് ഖാലിദ് ഒരു എക്സ്പെരിമെൻ്റൽ സ്വഭാവത്തിൽ ഒരുപക്ഷെ കോവിഡിൽ ഏറ്റവും മിനിമൽ സ്പേസിൽ ചെയ്യാവുന്നൊരു ലവ് എന്ന് പറയുന്ന സിനിമ എടുത്തപ്പോൾ അവിടെയാണ് രജിഷയാണ് ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ബോഡി ഓഫ് വർക്ക് ചെയ്യുന്ന ക്രാഫ്റ്റ്മാൻമാർ, ഫിലിം മേക്കേഴ്സ്, അവരുടെ കൂടെ ഒരു റീയൂണിയൻ സംഭവിക്കുന്ന സമയത്ത് അതിലൊരു ടാസ്ക് എന്താണ്, ഈസിനെസ് എന്താ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വലിയ അവാർഡല്ല, ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന മൊമെൻറ്റ് ഫസ്റ്റ് ഇസ് വെൻ ദ ഓഡിയൻസ് ആക്സെപ്റ്റ്സ് യു. ഓഡിയൻസ് കാരണം അത് അവർക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമും പ്രോഡക്റ്റും എല്ലാം ആണല്ലോ. അപ്പോൾ അവരത് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം. അത് കഴിഞ്ഞ ഒരു സംവിധായകൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊരു കൈൻഡ് ഓഫ് ഒരു വാലിഡേഷനും കൂടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു ഈസിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈസിനെസ് ഇല്ല. കാരണം ഈ രണ്ട് ഡയറക്ടേഴ്സും they are not ഭയങ്കര ഈസി ഗോയിങ്, ദേ ആർ വെരി ഭയങ്കര പുഷിങ് ഡയറക്ടേഴ്സാണ്. നമ്മുടെ ലിമിറ്റ്സിലോട്ട് പുഷ് ചെയ്തിട്ട് നമ്മളുടെ ബെസ്റ്റ് എടുക്കുന്ന ഡയറക്ടേഴ്സാണ്. അത് രണ്ടുപേരുടെയും പാറ്റേൺ ഓഫ് വർക്കിംഗ് ഇസ് വെരി ഡിഫറെൻറ്റ്. പക്ഷേ അത് ഭയങ്കര റിലാക്സ് ചെയ്ത് ആ ഒരു മൂഡല്ല നമുക്ക് എന്ന് വെച്ച് സെറ്റ് ഫുൾ സീരിയസ് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയണേ. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നത് വരെ നോ കോംപ്രമൈസ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സാണ്. ആൻഡ് ഇറ്റ്സ് നൈസ് ടു ഗോ ബാക്ക് ടു ദം ആൻഡ് വർക്ക് വിത്ത്. അവർക്ക് അവരുടെ ക്യാരക്ടറിന് മതി എത്തിക്കുക എന്നുള്ളതിൽ അത് ആരവർക്ക് ഡെലിവർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണയും അവർക്കുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇവരുടെ എല്ലാ സിനിമകളും ഞാനില്ല വേറെ ഒരുപാട് ആക്ടേഴ്സ് റിപ്പീറ്റ് ആവുന്ന നമ്മൾ കാണുന്നത്. ആൻഡ് ദേ ഡോണ്ട് കാസ്റ്റ് ബിക്കോസ് ദേ ഹാവ് ടു കാസ്റ്റ് സംബഡി. ഒരാളെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല, ആ ക്യാരക്ടറിന് പ്രോപ്പറായിട്ട് ആരാണ് സൂട്ട് ആവുക അത് അങ്ങനെ. വേറൊരു തരത്തിൽ കുറച്ചുകൂടി കോംപ്ലക്സിറ്റിയുള്ള ക്യാരക്ടേഴ്സ് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, ഒരേപോലത്തെ ക്യാരക്ടർ ആയിരുന്നില്ല അല്ല. അപ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് അവരങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തു, ഇനിയും റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു സംവിധായകൻ്റെ കൂടെ ഒരു ടീമിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുമ്പം അത്ര ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ഫിലിം ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടുന്ന എത്രമാത്രം എന്നുള്ളതും കൂടി ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പം ലവ് ഞാൻ ചില പോയിന്റ്സിലൊക്കെ ഞാൻ കരിക്കിൻ വെള്ളത്തിനേക്കാളും സ്ട്രഗിൾ ചെയ്ത മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ പകുതി പടത്തിലും ശവമാണെങ്കിലും
ഡെഡ് ബോഡി ആയിട്ട് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡെഡ് ബോഡിയുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഇമോഷൻ വരണം, പക്ഷെ അപ്പോഴും അത് ഡെഡ് ബോഡി ആയിരിക്കണം എന്നൊക്കെ റഹ്മാൻ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭയങ്കര കോംപ്ലക്സിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ സോ ഈവൻ ബൈസണിലാണെങ്കിലും പല മൊമെൻറ്റ്സിലും ഞാൻ സത്യം പറഞ്ഞ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ കർണം കഴിഞ്ഞ് വന്നുകൊണ്ട് ഈ അനുപമയും ധ്രുവരിക്കുമ്പോൾ ഞാൻ മറ്റേ എക്സ്ട്രാ കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാനിവിടുന്ന് പാസ് ഔട്ടായി വന്ന എൻ്റെ അടുത്ത സിനിമ ഫസ്റ്റ് ഡേ ആണല്ലോ, പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ ചെയ്ത് അങ്ങ് നമുക്കത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് വരുമല്ലോ ചില മൊമെൻറ്റ്സിൽ. നമ്മൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ ഈ ആർട്ടിസ്റ്റ് ബ്ലോക്കും ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് വന്ന് നമുക്ക് ആ ഡയറക്ടറിൻ്റെ മുഖത്ത് ഡിസപ്പോയിൻമെൻറ്റ് എങ്ങാനും വന്നാൽ എനിക്ക് പിന്നെ ഭയങ്കര വിഷമമാണ്. അപ്പം അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതി. സോ അവിടെ എൻ്റെ കോൺഫിഡൻസ് അത് തീർന്നു എന്നുള്ളതാണ്. വോട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് കോസ്റ്റ്യൂമൊക്കെ സെയിം ആണെങ്കിൽ പോലും ക്യാരക്ടേഴ്സ് രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻറ്റ് കഥകളാണ്. ജോഗ്രഫിയും ബാക്കിയൊന്നും സെയിം ആയിട്ട്. ജോഗ്രഫിയുടെ കാര്യം പറയും, ഇപ്പം മാരിയുടെ 2 പടം കർണൻ നോക്കിയാലും ബൈസൺ നോക്കിയാലും രജിഷിക്ക് ഒരു തരത്തിലും മുൻപരിചിതമല്ലാത്തൊരു ജിയോഗ്രഫിയാണ് താല്പര്യം. അങ്ങനെയുള്ള സ്ഥലത്ത് അവിടുത്തെ ഒരാളായിട്ട് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അവരുടെ ലൈഫിൻ്റെ ഒരു മിഡ് പോയിന്റിലാണല്ലോ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അവർ അത്രയും കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പോലും ഈ പെർഫോമൻസിലാണ് കൺവിൻസ്ഡ് ആവേണ്ടത്. അവിടെ രജിഷയെ പാടില്ല എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പം ബൈസണൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഞാൻ നോക്കുന്നത് എപ്പോഴും മലയാളത്തിലുള്ള ഫീമെയിൽ ആക്ടേഴ്സിന് അങ്ങനെ ഒരു ഭയങ്കര മലയാളത്തിൽ പോലും ചിലപ്പോൾ ഇത്രയും ചാലഞ്ചിങ് റോള് കിട്ടില്ല. ഇപ്പോൾ മഹാനടി പോലുള്ളൊരു സാധനം കീർത്തി കിട്ടുന്നു. ഇപ്പം ബൈസൺ ആണെങ്കിൽ ഇപ്പം അതിൽ അനുപമയ്ക്കും അങ്ങനെ ഒരു അവസരമാണ് കിട്ടുന്നത്. അവർ തെലുങ്കിൽ ചെയ്ത പോലത്തെ ഒരു റോളേ അല്ലായിരുന്നു. അങ്ങനെ ഒരു അതായത് അവിടുത്തെ ഏറ്റവും ചാലഞ്ചിങ് റോളുകളിലേക്ക് എപ്പോഴും മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു പിക്ക് വരുന്നു എന്നുള്ളത്. അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആ ടെറൈൻ അവിടെ പരിചിതത്വമാവുക. അപ്പോൾ എനിക്കൊന്ന് കുറേയും കൂടി ലോക്കൽ പെർഫോമേഴ്സും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അവിടെ എങ്ങനെയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ? മാരി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന 90% ആൾക്കാരും അവിടെയുള്ള ആൾക്കാരാണ്. നമ്മളൊരു 10% ആക്ടേഴ്സേ വരുന്നുള്ളൂ അഭിനയിക്കാൻ. അപ്പം അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. കാരണം ഈ 90% ആൾക്കാർ അവിടെ ജനിച്ച് അവിടെ വളർന്ന് അവർക്ക് അത് ഇപ്പോൾ ബോഡി ലാംഗ്വേജ് ആക്ടിങ് ഒന്നും അവർക്ക് വേണ്ടല്ലോ, ജസ്റ്റ് ജീവിച്ചാൽ മതി. നമുക്കാണ് അവരുമായിട്ട് ആൻഡ് ദേ ആർ ട്രെമെൻഡസ്ലി ടാലൻറ്റഡ് ആക്ടേഴ്സ് ഓൾസോ. അപ്പം നമുക്കാണ് അത് ക്യാച്ച് ചെയ്യാൻ. അപ്പം ഞാൻ ഒബ്സർവിങ് ആണ് മനീഷ് ഏട്ടാ. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യുക, അവരുടെ ബോഡി ലാംഗ്വേജ് പഠിക്കുക, ആ ടെറൈനിൽ നിൽക്കുക. നമ്മളവിടെ ഷൂട്ടില്ലാത്ത സമയത്തും എക്സ്ട്രാ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അവിടെ അവർ ചെയ്യുന്ന എല്ലാ ജോലികളും നമ്മൾ പോയി ചെയ്യുന്നു, പഠിക്കുന്നു, ഇതെങ്ങനെയാണെന്നുള്ളത്. അത് ആ ഒരു ഹോംവർക്കിലൂടെ തന്നെയാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. കർണനിൽ ഞാൻ 2 ആഴ്ച മുന്നേ അവിടെ പോയി അവിടെ താമസിച്ച് നിന്നായിരുന്നു. ഇപ്പം ബൈസൺ തുടങ്ങുമ്പോഴും 1 വീക്ക് ബിഫോർ നമ്മൾ നേരത്തെ പോയി അവിടെ നിന്ന് താമസിച്ച് അവരെ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് ആ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ ആ ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്കൊന്ന് തിയേറ്റർ ആക്ടേഴ്സിനൊക്കെ അത് കുറച്ചും കൂടി ഈസിയറാണ്. ബിക്കോസ് ആ മെയ് വഴക്കം ഉണ്ടല്ലോ. അപ്പോൾ ആ മെയ് വഴക്കം നമ്മളിലേക്ക് കൊണ്ടുവരും. പിന്നെ ഈ എപ്പോഴും ഞാൻ വിശ്വസിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം നമുക്ക്, സ്ട്രെങ്ത് വേണം. കാരണം ഈ ഊരെന്ന് പറഞ്ഞാൽ അതായത് ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ആരാണെങ്കിലും ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് ഫിസിക്കലി. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ടാസ്ക് പലതും ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവരെടുത്ത് പൊക്കുന്ന സാധനങ്ങളും ചെയ്യുന്ന ആക്ടിവിറ്റിയൊക്കെ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ബോഡി ലാംഗ്വേജ് ആക്ടിങ് വരുത്താൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കറക്റ്റ് ഗൈഡൻസ് ഉണ്ടല്ലോ ആ ഒരു ടീമിൽ നിന്നും ഡയറക്ടറിൽ നിന്നും. അദ്ദേഹത്തിന് അറിയാം കറക്റ്റ് എന്താ വേണ്ടത്, അത് കിട്ടുന്നത് വരെ ഉള്ളൊരു. അപ്പം അത് മാറുന്നുള്ളത്. ഞാനൊക്കെ എനിക്കൊന്നൊരു 1 വീക്ക് മുന്നേ പോയിട്ടുള്ളൂ. ധ്രുവൊക്കെ 1.5 വർഷമായിട്ട് അവിടെ താമസിക്കുകയായിരുന്നു. 1.5 years പുള്ളി തിരുനെൽവേലിയിൽ ഫുൾ ടൈം താമസിച്ച് 2-3 ദിവസം ഒരു മാസത്തിൽ വല്ലതും ചെന്നൈയിൽ വന്നിട്ട് പിന്നെ അവിടെ പോയി താമസിച്ച് കബഡി പഠിച്ച്. അതെ അങ്ങനെയായിരുന്നു. ഭയങ്കരമായിട്ട് ധ്രുവ ബൈസിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. യെസ്. ഇപ്പോൾ നമുക്ക് 2026 പറയാവുന്നൊരു പ്രധാനപ്പെട്ട പടം ബാച്ചിലർ പാർട്ടിയാണ്. ബാച്ചിലർ പാർട്ടി ഇതുപോലെ തിയേറ്ററിൽ ആക്സെപ്റ്റൻസ് കിട്ടാതെ പോയ പടം പിന്നെ ഇതൊരു കൾട്ട് സ്റ്റാറ്റസ് വരുന്നു. ഇപ്പോഴത്തെ ഓഡിയൻസിന് ഏറ്റവും കൺവിൻസിങ് ആവുന്നൊരു ഫോമാറ്റിൽ അന്നെടുത്തൊരു പടം കൂടിയായിരുന്നു. അതിൻ്റെ സീക്വലാണോ അതോ പ്രീക്വലാണോ ഒന്നും പിടികിട്ടാത്ത സ്ഥലത്താണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അതിൽ രജിഷ പ്രധാനപ്പെട്ട ക്യാരക്ടറായി വരുന്നുണ്ട്. എന്താ അതിനെക്കുറിച്ച് ഇനി പറയാൻ പറ്റുന്നത്? ഷൂട്ട് തുടങ്ങിയിട്ടുള്ള പടമാണല്ലോ. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഡ്യൂക്സ് എന്നാണ് ബാച്ചിലർ പാർട്ടി. ഡ്യൂക്സ് എന്നാണ്. ഡ്യൂക്സ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ 2ൻ്റെ കൂടെ തന്നെ ഓഫ് ദം, അബൌട്ട് ദം എന്നൊക്കെ ഉള്ളൊരു അർത്ഥമുണ്ട്.
അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. നീരദ് ഫ്രെയിമിൽ അതെ, അങ്ങനൊരു എനിക്ക് അമലേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു നോളജ്, ഒരു ഇൻഡെപ്ത് സിനിമയെ കുറിച്ചുള്ളൊരു അറിവ്, അത് നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം അറിയുന്ന കാര്യം. അപ്പം അത് നേരിട്ട് കാണാനും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാൻ ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഫിലിം. അത്രേ പറയാൻ പറ്റുള്ളൂ. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള ചോദ്യങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചാണ്. Good evening, ma'am. Hi. My name is Asmi. Actually, എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, കലങ്കാവലിൽ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഒരു പോർഷൻ കിട്ടിയല്ലോ. സാറിൻ്റെ ആ ഒരു റിതം, ലൈക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ക്യാരക്ടർ സ്വിച്ച്, അതിൽ നിന്ന് മാമിന് കിട്ടിയ ഏറ്റവും വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ലെസൺ എന്തായിരുന്നു? ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നത് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലെസൺ. പല ആക്ടേഴ്സും എനിക്ക് തോന്നുന്നു ക്യാരക്ടറിലോട്ട് സ്വിച്ച് ചെയ്യുമ്പം അത് ചില സമയത്ത് എവിഡൻ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു റിയാക്ഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് ഭയങ്കര സ്മൂത്തായിട്ട് എപ്പം മമ്മൂക്കയിൽ നിന്ന് സ്റ്റാൻലി ദാസ് ആയി എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ അത്രയും നേരം മമ്മൂക്കയായിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകൊണ്ടിരിക്കുമ്പം ഒരു മൊമെൻറ്റിൽ അദ്ദേഹം അത് ലെജൻഡറി ആക്ടേഴ്സ് ഇത്രയും വർഷം, അപ്പം ഞാനതൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുക, അവിടെ ആ ഫ്രെയിമിൽ ഒരു ഷോർട്ടിലെങ്കിലും നിൽക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. ആൻഡ് സ്ക്രിപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണെന്നുള്ളത് വാസ് ആൻ ആഡഡ് ബെനിഫിറ്റ്. ബട്ട് ആ സ്മൂത്താണ്, വളരെയധികം സ്മൂത്താണ്, നമ്മൾ അറിയില്ല. Hi Rajisha. Hi. I'm very proud of your journey. ഇപ്പോൾ മിസ്റ്റർ മനീഷ് പറഞ്ഞ പോലെ ഫ്രം 2016 സ്റ്റാർട്ട് ചെയ്ത് 2026 വന്നെത്തുന്ന സമയത്ത് യു ആർ എൻ ഇന്ത്യൻ സ്റ്റാർ. സോ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ദാറ്റ്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, സ്പെഷ്യലി നമ്മുടെ മലയാളത്തിൽ നിന്നൊക്കെ നടികൾ മറ്റുള്ള ലാംഗ്വേജസിലേക്ക് പോകുന്ന സമയത്ത് നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് മെജോറിറ്റി ടൈം ചൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്, ലൈക്ക് പാസ്റ്റ് ഇയേഴ്സിലൊക്കെ. വെൽ യു ആർ ഗോയിങ് കൂടുതൽ ഇമോഷണലി ഡ്രൈവ് ചെയ്യുന്ന, ക്യാരക്ടറിന് ഡെപ്ത് കിട്ടുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സാണ് മറ്റുള്ള ലാംഗ്വേജിൽ ചെന്ന് ചൂസ് ചെയ്യുന്നത്. സോ ഈ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ മറ്റുള്ള ലാംഗ്വേജസിൽ എത്രത്തോളം വെൽക്കമിങ് ആണ്, ആൻഡ് ഹൗ ഡു യു ടേക്ക് ദാറ്റ്? വെൽക്കമിങ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഡ്രാസ്റ്റിക്ലി നമ്മുടെ ഫിൽമോഗ്രഫിയിലെ നമ്പർ ഓഫ് ഫിലിംസ് കുറയും എന്നുള്ളതാണ്. അപ്പം കുറേ സമയം നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും. അല്ല, അതൊരു റിയാലിറ്റിയാണ്. ആൻഡ് അത് ബൈ ചോയ്സ് ആണല്ലോ. അപ്പം നമുക്ക് അതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റില്ല. പക്ഷെ നാളെ എന്നെ തേടി നല്ലൊരു സിനിമ വരും എന്നുള്ളൊരു ആത്മവിശ്വാസമോ എന്തൊക്കെയോ ഒരു ഹോപ്പിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ആ ഹോപ്പ് അലൈവ് ചെയ്ത് വെക്കുക. അപ്പം ലൈഫിൽ ആ ഒരു എന്താ പറയുക, ഇരുട്ടിനെ ഒരുപാട് സ്പേസ് കൊടുക്കാതിരിക്കുക. നാളെ നല്ല സിനിമ വരും, കഥാപാത്രം വരും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ ഇല്ല, അല്ലെങ്കിൽ ഇപ്പം വെറുതെ ഇരിക്കുകയാണല്ലോ, സിനിമയല്ല എന്താണെങ്കിലും എന്ത് പ്രൊഫഷനാണെങ്കിലും വെറുതെ ഇരിക്കുകയാണല്ലോ. ബട്ട് ആ വെറുതെ ഇരിപ്പിനെ മാറ്റാൻ വേണ്ടി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു കാര്യം പോയി ചെയ്തിട്ട് പിന്നെ ആ ഒരു ദാറ്റ് റിഗ്രറ്റ് ഇസ് മച്ച് വേഴ്സ്. സോ അപ്പം ആ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റും പിന്നെ കിട്ടുന്ന സിനിമ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി കൊടുത്ത്, അപ്പം അത്രയും നേരം നമ്മൾ കാത്തുവെച്ച നമ്മളുടെ ഒരു പാഷനും ഊർജ്ജവും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അതിലോട്ട് ഇട്ട് അത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ട്, സിനിമയില്ല എന്നുള്ളൊരു വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കംപ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും എന്നാൽ നമുക്ക് സിനിമ ക്രിയേറ്റ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. ലൈക്ക് ലെറ്റ്സ് ഫൈൻഡ് റൈറ്റേഴ്സ് ഹു ആർ റൈറ്റിംഗ് ഗുഡ് ഫിലിംസ്, ലെറ്റ്സ് ടോക്ക് ടു ദെം, ലെറ്റ്സ് ക്രിയേറ്റ് പ്രോജക്ട്സ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു റൈറ്ററിനെ കിട്ടി, നമുക്ക് അതൊരു ഡയറക്ടറുടെ അടുത്ത് എത്തിക്കാൻ പറ്റും, പ്രൊഡ്യൂസർ കാരണം നമുക്കൊരു കോൺടാക്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ലെറ്റ്സ് ക്രിയേറ്റ് ഫിലിംസ്, അല്ലെ ലെറ്റ്സ് ആസ്ക് പീപ്പിൾ ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. ചില ബ്രില്യൻറ്റ് ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ എഴുതാനുള്ള മടി. ഇതൊരു കളക്റ്റീവ് ഫോമായിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുക, ഒരു കൊളാബറേഷനിൽ എല്ലാവരും നോക്കും, നമുക്ക് എല്ലാവർക്കും ഇവൻച്വലി അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് ദെൻ എനിക്കൊന്ന് സിനിമയായിരിക്കണം ടോപ്പ് പ്രയോറിറ്റി. ഇപ്പം പല സിനിമകളും നമുക്കിപ്പം ചില സിനിമകൾ നമ്മൾ വിചാരിക്കുന്നത്ര റെമ്യൂണറേഷൻ ഉണ്ടാവില്ല, പക്ഷേ അത് എൻ്റെ മാർക്കറ്റ് വാല്യൂ, എൻ്റെ റെമ്യൂണറേഷൻ മാത്രം നമ്മൾ വിചാരിച്ചിരുന്നാൽ നമുക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു നഷ്ടം വരുന്നത്. അപ്പം എവിടെ ആ ലൈൻ ഡ്രോ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു സോഷ്യൽ ലൈക്ക് യു ഷുഡ് ഗെറ്റ് പെയ്ഡ് ഫോർ യുവർ ഹാർഡ് വർക്ക്, ബട്ട് ഓൾസോ നോ
ഏത് സിനിമയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെവലിൽ, ആ ഫിഗറിങ് ഔട്ടാണ് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരാനുള്ള ബുദ്ധിമുട്ടിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത്. അതൊരു എസ്പെഷ്യലി ഫോർ വിമൻ ഇറ്റ്സ് മച്ച് മോർ ഡിഫിക്കൾട്ട്. ദാറ്റ്സ് എ റിയാലിറ്റി. അത് അപ്പം ആ സസ്റ്റെയിനിങ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഒരു ക്വസ്റ്റനും കൂടി ഉണ്ട്. ഇപ്പോൾ മിസ്റ്റർ മനീഷ് പറഞ്ഞ പോലെ തന്നെ അമൽ നീരദിൻ്റെ പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റേഷൻസ് ഉണ്ട് പറയാൻ എനിക്കറിയാം, പക്ഷേ ആസ് എ ഹ്യൂജ് അമൽ നീരദ് ഫാൻ എന്തായാലും അതിൽ ഫൈറ്റ് ഉണ്ടാവും. രജിഷ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കും? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് ആസ് എ ഹ്യൂജ് അമൽ നീരദ് ഫാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ചില സിനിമകൾ നമ്മൾ സ്പോയിലർ അലേർട്ട്സ് ഇല്ലാതെ ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന്, കാരണം സിനിമയെക്കുറിച്ച് എന്ത് പുറത്ത് വിടണം എന്നുള്ള മുഴുവൻ ലിബർട്ടിയും ആ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറിനുമാണ്. ആൻഡ് ഇൻ ദിസ് കേസ് ഹീസ് ബോത്ത്. സോ ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് ലെറ്റ് ഹിം ഡു വിത്ത് ദ ജോബ്. പെർഫെക്റ്റ്, താങ്ക് യു. താങ്ക് യു. Hello ma'am. Hi. I'm Ardra. Hi, and, Ardra. I'm a huge fan of all your works. Thank you. എനിക്ക് ഏറ്റവും ഇഷ്ടമായ മൂവി ജൂൺ ആണ് മാമിൻ്റെ. അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. അപ്പം മാം മൂവീസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എല്ലാം അങ്ങനെ വായിക്കുമ്പോൾ വാട്ട് ഇൻസ്പയേഴ്സ് യു ടു ടേക്ക് അപ്പ് ദോസ് മൂവീസ്? ടു ഈച്ച് ഫിലിം ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ്. എനിക്ക് ചില സിനിമകൾ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹം. ചില സിനിമകൾ ഈ കഥ പ്രേക്ഷകരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാവാം. ചില സിനിമകൾ എങ്ങനെയെങ്കിലും ഈ ഫിലിം മേക്കറിനോട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമാവാം. ഇപ്പോൾ ചില സിനിമകൾ എങ്ങനെയെങ്കിലും ഈ ആക്ടറിൻ്റെ കൂടെ, ഇപ്പോൾ കളങ്കാവൽ വാസ് സോൺലി ദാറ്റ്. സോ ഈച്ച് ഫിലിം ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. ജൂൺ എനിക്ക് തോന്നുന്നു ഞാൻ അനുരാഗിരിക്കൻ വെള്ളം കഴിഞ്ഞതിന് ശേഷം കേട്ട കഥയാണ്. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 16 പ്രൊഡ്യൂസേഴ്സ് റിജക്റ്റ് ചെയ്തിട്ട് വിജയ് ചേട്ടൻ ഫൈനലി യെസ് പറ. അങ്ങനെ ഒരു അപ്പം ചില സിനിമകൾ നമുക്ക് കേൾക്കുമ്പം ആ ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും, ഓക്കെ ദിസ് ഷുഡ് ബി കം ഓൺ ദ ബിഗ് സ്ക്രീൻ ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളത്. അപ്പം ടു ഈച്ച് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനെ ഒരു ഉത്തരം ഇതിന് ക്യുമുലേറ്റീവായിട്ട് തരാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈറ്റ് ബൾബ് മൊമെൻറ്റ്സ് ആണ്. ചിലത് ഭയങ്കര മോശം നറേഷനാവാം, പക്ഷെ കിടിലൻ സ്ക്രിപ്റ്റ് ആവാം. ഇപ്പോൾ ഐ എം നോട്ട് എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് തന്നെ പറയേണ്ടി വരുവാണല്ലോ, ഞാൻ ബാഡ് അറ്റ് നറേറ്റിംഗ്. പക്ഷേ അതുപോലെയുള്ള ആൾക്കാരുണ്ട്. സോ യു ഗിവ് ദം എ ചാൻസ് ടു റീഡ് ദ സ്ക്രിപ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഓരോരോന്നും ഓരോരോ മൊമെൻറ്റിൽ അങ്ങ് തോന്നുന്നതാണ്. പിന്നെ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുക. ഹാഫ് ഓഫ് ദ ടൈം ഇറ്റ് വർക്ക്സ് ഔട്ട്, സം ടൈം ഇറ്റ് ഡസൻറ്റ്, സം ടൈം ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം, ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട് ഇൻ ദ ബോക്സ് ഓഫീസ്. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിമാണ്. പക്ഷേ ആ കൺവിക്ഷൻ വരുന്ന മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടു ഈച്ച് ഫിലിംസ്. ഹായ് രജീഷ്. ഹായ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഇപ്പം ജഗദീഷ് ശ്രീകുമാർ, കൽപ്പന ചേച്ചി, ലാലേട്ടൻ, ഇവരെല്ലാവരും ഒരു സെറ്റിൽ വരുമ്പോഴത്തേക്കും അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി കൊണ്ട് ആ ഒരു ക്രൂ അല്ലെങ്കിൽ ആ സെറ്റിൽ നമ്മൾ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യം ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഒരു കെമിസ്ട്രി കൊണ്ടാണ്. അതുപോലെ ഏതെങ്കിലും ഒരു സെറ്റിൽ രജീഷയ്ക്ക് അവരുടെ ആ ക്രൂ അല്ലെങ്കിൽ ആ ഒരു സെറ്റിൻ്റെ ഇതുകൊണ്ട് സ്ക്രിപ്റ്റിലില്ലാത്ത എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരുപാട് സിനിമകളിൽ നമുക്കത് കിട്ടും. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മസ്തിഷ്ക മരണത്തിൽ ഒരുപാട് ഏരിയാസിൽ ഇറ്റ് വാസ് എ കൊളാബറേറ്റീവ് വർക്ക്. സ്ക്രിപ്റ്റിലുള്ള എക്സാക്ട് ഡയലോഗ് സീൻസിനെ എങ്ങനെയൊക്കെ റീവർക്ക് ചെയ്യാൻ കൃഷാന്ത് ഡയറക്ടർ ചോദിക്കും കേട്ടോ, എന്താ ചെയ്യുക, നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലും നിങ്ങൾ ഐഡിയാസ് പറയാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഐഡിയാസ് പറയാനും. ആൻഡ് മസ്തിഷ്ക മരണത്തിൽ ഹ്യൂമറാണ് ഇതിൻ്റെ ഒരു ബേസ് ത്രെഡായിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ഡാർക്ക് ഹ്യൂമറിലാണ് ഈ മൊത്തം കഥയെ നമ്മൾ പറയുന്നത്. അപ്പം പകുതി സമയത്തും ഇത് സ്പോട്ടിൽ ഉള്ള വർക്കിംഗ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ആ ആക്ടേഴ്സിനോടുള്ള നമ്മളുടെ ഒരു റാപ്പോയും പിന്നെ ആ ഡയറക്ടറിൻ്റെ ഒരു വർക്കിംഗ് ടൈപ്പാണ്. ചില ഡയറക്ടേഴ്സും റൈറ്റേഴ്സും അവർക്ക് എന്താണോ എഴുതിയിരിക്കുന്നത് കൃത്യം അതങ്ങനെ തന്നെ പറയണം എന്നാഗ്രഹമുള്ളവരുണ്ടാവും. അത് അങ്ങനെ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ബാഹുലിൻ്റെ കേസിൽ ബാഹുൽ ബിക്കോസ് അദ്ദേഹം അത് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ആ വേർഡ് അവിടെ വന്ന് ഈ വേർഡ് അതിന് ശേഷം വരുന്നതിൻ്റെ ഒരു റീസണിങ് അവിടെ ഉണ്ടാവും. ഫോർ ദാറ്റ് ഈസ് ദെയർ പ്രോസസ് വിച്ച് ഓൾസോ വണ്ടർഫുള്ളി വർക്ക്സ് അല്ലേ. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തെല്ലാം ബ്യൂട്ടിഫുള്ളി വർക്ക് ആവുന്നുണ്ട്. ചില ഡയറക്ടേഴ്സിൻ്റെ വർക്കിംഗ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ്. അതൊരു കൊളാബറേറ്റീവ്, നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്താൽ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ജോണർ ഓഫ് ദ ഫിലിം. ഇപ്പം അത് ത്രില്ലേഴ്സാണ്, ഇത് ഹ്യൂമറാണ്. ഇപ്പം എനിക്കത് ഹ്യൂമറിലാണ് ഈ കൂടുതലും കോൺട്രിബ്യൂട്ടിങ് സ്പേസ് വരുന്നത്. അനുരാഗിരിക്കൻ വെള്ളത്തിൽ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഡയലോഗ്സ് എല്ലാം
ഇപ്പം ഞാനും ആസിയയും കൂടെയുള്ള ഡയലോഗ്സാണ് നമ്മൾ റൈറ്ററും ഡയറക്ടറും നമ്മൾ 4 പേരും ഇരുന്ന് അത് പറഞ്ഞ് നോക്കി അതിൽ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ ജൂൺ ഇത് കുറേ. That was my second question. Like, which actor that chemistry will match most? അങ്ങനെ ഒരു ആക്ടറിൻ്റെ കൂടെ കെമിസ്ട്രി മാച്ച് ആവുന്നു എന്ന് പറയാൻ. Just like Asif if now, Anurag Karigan like that. ആസിയുടെ കൂടെ എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തോ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ജോജു ചേട്ടൻ്റെ കൂടെ എനിക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിരുന്നു ജൂണിൽ അഭിനയിക്കാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അപ്പൻ ക്യാരക്ടേഴ്സ് ചെയ്ത എനിക്കൊന്നും എല്ലാ ആക്ടേഴ്സിനും കൂടെ ഭയങ്കര എഫേർട്ട്. ഇപ്പോൾ സുരാജ് എൻ്റെ പശുപതി സാറാണെങ്കിലും എനിക്കൊന്നും എൻ്റെ ഫാദർ ഫിഗർ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്കൊന്ന് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ ജൂണിലെ വൈഷ്ണവിയുടെ കൂടെയുള്ള സീൻസ് ആണെങ്കിലും അനുപമയുടെ എനിക്കൊന്ന് ഓരോരോ ആക്ടർ എനിക്ക് അങ്ങനെ പറയാനാണ് ഒരുപാട് നല്ല ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഇറ്റ് വാസ്. Thank you. താങ്ക് യു. നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്. ഐ തിങ്ക് വൺ മോർ പേഴ്സൺ. yes. ഓക്കെ. ഓ ടൈമർ ഉണ്ടല്ലോ. Hi ma'am, my name is Sujit. Is there any role that you did that changed your perspective as an actor or as a person? മസ്തിഷ്ക മരണം. It truly changed my perspectives. എനിക്ക് തോന്നുന്നു 10 വർഷത്തെ എൻ്റെ ഒരു ഫിൽമോഗ്രഫിയിൽ നിന്നും മാറി നിൽക്കാൻ സെക്കൻഡ് ഫേസ് അങ്ങനെയൊന്നും പറയാനില്ല മനീഷേട്ടാ, അതൊക്കെ ടൂ മച്ച് ആയി പോവുമായിരിക്കും. അതെ, എനിക്ക് പേഴ്സണലി ഞാൻ ഒന്ന് മാറി ചിന്തിച്ചു, ഒന്ന് മാറി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെ എല്ലാ ക്രെഡിറ്റും കൃഷാന്തിനുള്ളതാണ്. അതങ്ങനെ എഴുതി വെച്ചൊരു കഥാപാത്രവും അങ്ങനത്തെ ഒരു ബ്രില്യൻ ഡയറക്ടറും ആൻഡ് ഗോട്ട് ടു വർക്ക് വിത്ത് an amazing set of technicians and artists. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അധികം പറയാത്തൊരു കാര്യമാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ എ വൺ മാൻ ജോബ്. ഇതൊരു വൺ മാൻ ആർമി ഷോ അല്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര നന്നായി പെർഫോം ചെയ്താലും അതിൻ്റെ ഹാഫ് ഓഫ് ദ ക്രെഡിറ്റ് ഇസ് ടു ദ ടീം. കാരണം പകുതി റിയാക്ടിങ് ആണ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ. ഓപ്പോസിറ്റുള്ള ആൾ തകൃതിയായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ വരും. യു വർക്ക് വിത്ത് എ ബ്രില്യൻ ഫിൽം മേക്കർ, ഇറ്റ് കംസ് ടു യു. വെൻ ഇറ്റ്സ് റിട്ടൺ ബ്യൂട്ടിഫുള്ളി, ഇറ്റ് കംസ് ടു യു. വെൻ ഇറ്റ്സ് ഷോട്ട് ബ്യൂട്ടിഫുള്ളി. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ടീം, യു നോ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ടു വർക്ക് വിത്ത് എ ബ്രില്യൻ ടീം. And I hope, and guys, it's coming out Feb 12th in a cinema variyana. I really hope the film works. Thank you ma'am. Play ചെയ്തോ? ഓ കൃഷാന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം you saw it? Did you like it? Yeah. So I think it's going to be very different. And you know what? I'm so proud that മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൈബർ സ്പേസിൽ വരുന്നൊരു സിനിമ. അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യത്യസ്തമായ സിനിമയുടെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളതും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. 2046 സിനിമ 2026 കാണാൻ പറ്റുന്നു. 2016 വന്ന ഒരാൾക്കത് ചെയ്യാൻ പറ്റുന്നു. കുറേ കോയിൻസിഡൻസ് ആർ വർക്കിംഗ് ഔട്ട്. ഐ ഹോപ്പ് ദ ഫിലിം ഓൾസോ വർക്ക്സ് ഔട്ട്. താങ്ക് യു രജിഷ. അപ്പോൾ എന്തായാലും മസ്തിഷ്ക മരണം 2026 ഏറ്റവും ഗംഭീര സിനിമകളിലൊന്നായി മാറട്ടെ. വരാനിരിക്കുന്ന സിനിമകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു മനീഷേട്ടാ. താങ്ക് യു ഗൈസ്. താങ്ക് യു.